നമസ്കാരം. CCTV സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. പന്നിത്തടം സെന്ററിൽ തുടർച്ചയായി രണ്ടാം ദിവസവും വലിയ അപകടം. ബാംഗ്ലൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന കേരള ലൈസൻസ് ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 6 പേർക്ക് പരിക്കേറ്റു. സിഗ്നൽ സംവിധാനം 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ 6:59 അപകടമുണ്ടായത്. 7 മണിക്കാണ് സിഗ്നൽ ലൈറ്റ് പ്രവർത്തനം തുടങ്ങുന്നത്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന കേരള ലൈൻസ് ബസും കേച്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന മാരുതി എർട്ടിഗ കാറുമാണ് കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന 6 പേർക്ക് പരിക്കേറ്റു. കാസർഗോഡ് സ്വദേശികളായ സുഫി, ഹസനോർ, അബ്ദുൾ ഖാദർ, അബ്ദുള്ള, അബ്ബാസ്, മുഹമ്മദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ തിരുവനന്തപുരത്ത് നിന്ന് കാന്തപുരം സംസ്ഥയുടെ കേരളയാത്രാ സമാപന സമ്മേളനം കഴിഞ്ഞ് വരുന്നവരാണ്. പരിക്കേറ്റവരെ യൂത്ത് വോയ്സ് ആംബുലൻസ് പ്രവർത്തകരും അല്ലമീൻ ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്നിത്തടം സെന്ററിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് 14 അയ്യപ്പ ഭക്തർക്ക് പരിക്കുപറ്റിയിരുന്നു. ഇത്തരത്തിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ നിത്യസംഭവമാണ്. രാവിലെ 7 മണി മുതൽ രാത്രി 11 വരെയാണ് സിഗ്നൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. രാത്രി 11 മുതൽ രാവിലെ 7 വരെയുള്ള സമയത്തിനുള്ളിലാണ് അപകടങ്ങൾ കൂടുതലും നടക്കുന്നത്. സിഗ്നൽ ലൈറ്റിൻ്റെ പ്രവർത്തനം 24 മണിക്കൂറാക്കി മാറ്റണമെന്നും റോഡിൽ സ്പീഡ് ബ്രേക്കറുകളും സെന്ററിന് മുമ്പായി വേഗത കുറയ്ക്കാനുള്ള സൂചനാ സിഗ്നൽ സംവിധാനങ്ങളും സ്ഥാപിക്കണമെന്നും അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന തൊഴിലാളികളും പൊതുപ്രവർത്തകരായ ഷറഫു പന്നിത്തടം, റഫീഖ് ഐനിക്കുന്നത്ത് എന്നിവർ ആവശ്യപ്പെട്ടു. ഈ സ്പീഡ് ബ്രേക്കർ എന്ന് പറഞ്ഞ ചെറിയ അമ്പുകൾ ഇവിടെ സ്ഥാപിക്കണം. അതേപോലെ തന്നെ ഇവിടുത്തെ സിഗ്നൽ വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് അനാസ്ഥകള് ഈ നിർമ്മാണത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നിരന്തരം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും മുന്നോട്ട് പോകുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഇതിനാൽ അറിയിക്കുകയാണ്. ഈ 2 വളവുകളിലും സൂചനാ ലൈറ്റുകളില്ല. കൂടാതെ സ്പീഡ് ബ്രേക്കർ ചെറിയൊരു ഹമ്പുകൾ 2 മുസ്ലിം പള്ളിയുടെ ബെൻഡിലായിട്ടും രണ്ടാമത് ആ ഹോട്ടലിന്റെ സൈഡിലായിട്ടും അത്യാവശ്യമാണ്. ഇതില്ലാത്തടത്തോളം കാലം പിന്നെ 24 മണിക്കൂർ സിഗ്നൽ സംവിധാനം ഉണ്ടാവുക. ഇതിപ്പോ രാവിലെ 7 മണി മുതൽ തുടങ്ങുന്നുള്ളൂ. വൈകിട്ട് 11 മണിക്ക് വന്നിരിക്കാൻ നിർത്താതിന് ശേഷം രാവിലെ 7 മണി വരെ നിരന്തരമായിട്ട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂർ മുതൽ പുറ്റേക്കര വരെയുള്ള 1.8 കിലോമീറ്റർ ദൂരം കുപ്പിക്കഴുത്ത് പരിഹരിച്ച് 4 വരി പാതയാക്കി റോഡ് വികസിപ്പിക്കാൻ ഭൂമി ഏറ്റെടുത്ത കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. ഭൂമി ഏറ്റെടുക്കുന്നതിന് 25.57 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ധനകാര്യമന്ത്രി KN ബാലഗോപാലും സേവ്യർ ചിറ്റിലപ്പള്ളി MLAയും ചേർന്ന് ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ട തുക നേരത്തെ കൈമാറുകയും ചെയ്തിരുന്നു. ഭൂമിയുടെ മുഴുവൻ രേഖകളും ഹാജരാക്കി ആദ്യഘട്ട തുക അനുവദിച്ച ഗുണഭോക്താക്കളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലാൻഡ് അക്വസിഷൻ തഹസിൽദാർ TG ബിന്ദു പൂർത്തിയാക്കിയ ശേഷം ഭൂമി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് കൈമാറി. തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AK നവീൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ UR രജിത എന്നിവരുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത ഭൂമിയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങിയത്. ശേഷിക്കുന്ന ഗുണഭോക്താക്കളിൽ നിന്നും പൂർണ്ണമായും രേഖകൾ ശേഖരിച്ച് തുക അനുവദിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാനപാത 69 മുണ്ടൂർ മുതൽ പുറ്റേക്കര വരെയുള്ള 1.8 കിലോമീറ്റർ ഭാഗത്ത് റോഡിന് വീതി കുറവായതിനാൽ കുപ്പിക്കഴുത്ത് രൂപപ്പെട്ട് അപകടങ്ങൾ പതിവായതോടെ ഭൂമി ഏറ്റെടുത്ത് റോഡ് 4 വരി പാതയാക്കി വികസിപ്പിക്കണമെന്ന ആവശ്യത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഈ പ്രശ്നം നിയമസഭയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA സബ്മിഷനായി ഉന്നയിക്കുകയും സ്ഥലം സന്ദർശിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിനും നഷ്ടപരിഹാരത്തിനുമൊക്കെയായി നീക്കിവെച്ച് അത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി വന്ന് ഇവിടെ വിതരണം ചെയ്യാൻ ആരംഭിച്ചതാണ്. അപ്പോൾ രേഖകൾ കൃത്യമായി ഇപ്പോൾ നമുക്ക് അവാർഡ് നൽകാൻ കഴിഞ്ഞവരുടെ കെട്ടിടങ്ങളും അതുപോലെ തന്നെ മതിലും പൊളിച്ച് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. തീർച്ചയായും നമുക്ക് കുപ്പിക്കഴുത്ത് ഒഴിവാക്കി നമ്മുടെ മുണ്ടൂർ സെൻറ്റർ മുതൽ കുറ്റേക്കര വരെ 4 വരി പാതയാക്കുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പണം കൊടുത്ത് ഇന്നലെ LR തഹസിൽദാർ വന്ന് PWDക്ക് കൈമാറിയ ഭൂമിയും
അതുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളും പൊളിച്ച് നമ്മുടെ റോഡിൻ്റെ ഭാഗമാക്കുന്ന നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും വടക്കാഞ്ചേരി മണ്ഡലത്തിൽ എത്തിച്ചേർന്ന ഘട്ടത്തിലാണ് പദ്ധതിക്കായി പുതുക്കിയ ഭരണാനുമതി പുറപ്പെടുവിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്. അഞ്ഞൂർ വില്ലേജിൽ 267 കൈവശങ്ങളിലായുള്ള 177 സെന്റ് ഭൂമിയാണ് കുപ്പിക്കഴുത്ത് പരിഹരിച്ച് 4 വരിപ്പാത നിർമ്മിക്കുന്നതിനായി ഏറ്റെടുക്കുന്നത്. 1 സെന്റിന് 11 ലക്ഷത്തോളം രൂപ ആകെ നഷ്ടപരിഹാര തുകയായി ലഭിക്കും. ഭൂമി വിട്ടു നൽകുന്നവരിൽ നിന്നും ഭൂമിയുടെ രേഖകൾ കൈപ്പറ്റുന്നതിനായി എൻക്വയറി പൂർത്തിയാക്കി. ഭൂമിയുടെ മുഴുവൻ രേഖകളും സമർപ്പിച്ചവർക്ക് 2ാം ഘട്ടം അംഗീകരിച്ച് തുക കൈമാറുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിശ്ചയദാർഢ്യത്തോടെയുള്ള പരിശ്രമങ്ങളുടെയും കൂട്ടായ്മയുടെയും ഫലമായാണ് മുണ്ടൂർ കുറ്റേക്കര കുപ്പിക്കഴുത്ത് പരിഹരിക്കാൻ സാധിച്ചതെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു. ഇനി സംസ്ഥാന കലോത്സവ വാർത്തകൾ. മാധ്യമങ്ങൾക്കും ഇടയ്ക്കൊക്കെ വിമർശനമാകാം. റേറ്റിംഗിന് വേണ്ടി മാത്രം വാർത്തകൾ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളെയും നവസാമൂഹിക മാധ്യമങ്ങളെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മോണാക്ട് വേദിയിൽ ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിച്ച് മാധവ് ശങ്കർ. പാലക്കാട് ഭാരത് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മാധവ് ശങ്കർ. മാധ്യമ മത്സരങ്ങളുടെയും റേറ്റിംഗിന് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്നതിന്റെയും ഇരകളായിക്കൊണ്ടിരിക്കുന്ന ദയനീയ കാഴ്ചകളും മാധ്യമമേഖലയിൽ ഇന്നനുഭവപ്പെടുന്ന മൂല്യച്യുതിയുമാണ് മാധവ് ശങ്കർ ഹൈസ്കൂൾ വിഭാഗം മോണാക്ട് വേദിയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചത്. സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം സമൂഹത്തിന് അനിവാര്യമാണെന്ന് അഭിപ്രായമുള്ള മാധവ് ശങ്കർ മാധ്യമലോകത്തെ അനഭിലഷണീയമായ ചില പ്രവണതകളെ തുറന്നു കാട്ടിയിരിക്കുന്നു. എന്നാലല്ലേ റേറ്റിംഗ് കൂടി മനുഷ്യനെ. റേറ്റിംഗിന് വേണ്ടി പാവപ്പെട്ടവന്റെ പച്ചമാംസം ഇറച്ചിക്കടയിലെ എച്ചിൽ പട്ടികളെ പോലെ വലിച്ചു കീറുന്ന നവമാധ്യമ സംസ്കാരം. നേരാ, പണ്ട് കവലകളിലെ ചായക്കടകളിൽ ഒരു കൈയിൽ ചുടു ചായയും മറുകൈയിൽ പത്രവുമേന്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് TV ചാനലുകളിലെ AC മുറികളിലിരുന്ന് പരസ്പരം വാർത്തകൾ കച്ചവട ചാക്കാക്കി മാറ്റുന്ന വർത്തമാന കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്കും നേരിനും വേണ്ടി മാത്രം നിലനിന്നിരുന്ന മാധ്യമ കാലഘട്ടം തിരിച്ചു വരണമെന്നാണ് മാധവ് ശങ്കർ അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ ജനാധിപത്യത്തിന്റെ കോർണർ സ്റ്റോർ എന്ന് പറയുന്നത് ജേർണലിസവും മീഡിയ ആണെന്ന് ഞങ്ങൾ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ മീഡിയ അപ്പോൾ ഫാക്സിനെ പ്രോപ്പറായി പ്രസൻറ്റ് ചെയ്യണമെന്നും അതിനെ പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നും വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ റേറ്റിങ്ങിന് വേണ്ടി നടക്കുന്ന കാട്ടിക്കൂട്ടലുകൾക്കെതിരെയായിട്ടാണ് ഈ മോണാക്ട് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇത് ജില്ലയിൽ വേറൊരു സാധനമായിരുന്നു. സ്റ്റേറ്റിലേക്ക് വന്ന സമയത്ത് കുറച്ചും കൂടെ റിലവൻ്റ് ആയിട്ടുള്ള വിഷയം എടുക്കാമെന്ന് കലാഭവൻ നൗഷാദ് മാഷ് പറഞ്ഞുകൊണ്ട് ഇത് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഈ ആശയം മാഷാണ് തിരഞ്ഞെടുത്തത്. അതെ അതെ. പിന്നെ ഞങ്ങളും ഓക്കെ പറഞ്ഞു, കാരണം ഇതിപ്പോൾ ആവശ്യമുള്ളൊരു വിഷയമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സമ്മതം മൂളി. ഈ മാധ്യമങ്ങളിങ്ങനെ ആക്ഷേപിച്ചിട്ട് അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഭയം തോന്നുന്നുണ്ടോ? ഇല്ല, മാധ്യമങ്ങളെ ആക്ഷേപിച്ചതല്ല. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള നല്ല മാധ്യമങ്ങളും നല്ല ജേർണലിസ്റ്റുകളും നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു കലയെ വളച്ചൊടിക്കുന്നവരെയാണ് ഇതിൽ അപമാനിക്കുന്നത്. അപ്പോൾ നല്ല ജേർണലിസ്റ്റുകൾക്കൊന്നും ഇതിൽ തോന്നാനുള്ളൊരു മോശം തോന്നാനുള്ള ഒരു സംഭവമില്ല ഇതിൽ. മാധ്യമങ്ങളെ വിമർശിക്കുന്നതിനോടൊപ്പം മാധ്യമങ്ങൾക്ക് നേരെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ കടന്നുകയറ്റത്തെയും ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിക്കുന്നുണ്ട് മാധവ് ശങ്കർ. നമസ്കാരം. പത്തനംതിട്ടയിലെ ഇട്ടാവട്ടത്ത് തട്ടിയും മുട്ടിയും രാഷ്ട്രീയം കളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുവൻ. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ പാട്ടിലാക്കി പീഡിപ്പിച്ചെന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കല രാഷ്ട്രീയക്കാരെ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കട്ടപ്പുകയാകുമ്പോൾ ആരംഭിക്കാം പ്രൈം ടൈം. കഷ്ടം, പാവപ്പെട്ടവന്റെ പച്ചമാംസം ഇറച്ചിക്കടയിലെ എച്ചിൽ പട്ടികളെ പോലെ വലിച്ചു കീറുന്ന മാധ്യമ സംസ്കാരം. കാണികളിൽ ചിരിപടർത്തിയ അഭിനയ മികവിനെ നിറഞ്ഞ കയ്യടികളാണ് ലഭിച്ചത്. അഭിനന്ദിക്കാൻ എത്തിയവരിൽ ഭൂരിഭാഗവും മാധ്യമപ്രവർത്തകരായിരുന്നു എന്നതും മാധവ് ശങ്കറിന്റെ അവതരണ മികവിന് ലഭിച്ച അംഗീകാരമാണ്. കലാഭവൻ നൌഷാദ് പരിശീലകനാണ്. സംസ്ഥാന കലോത്സവം മോണാക്ട് മത്സരത്തിൽ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. പാലക്കാട് പിരിയാരി കൈമുക്കിൽ ശ്യാം ശങ്കർ നിഷാ ദമ്പതികളുടെ മകനാണ്. മാളവിക സഹോദരിയുമാണ്. എല്ലാവരെയും വിമർശിക്കുന്ന മാധ്യമങ്ങൾക്കും ഇടയ്ക്ക് ഒരു വിമർശനം അനിവാര്യമാണ്. എന്തായാലും മികച്ച പ്രകടനമാണ് മാധവ് ശങ്കർ കാഴ്ചവെച്ചത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം ഋഷീധരൻ.
ആശയങ്ങളുടെ വ്യത്യസ്തത കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ശ്രദ്ധ നേടി മോണാക്ട് വേണ്ടി നിറഞ്ഞ സദസ്സിന് മുൻപിലാണ് ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെയും ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെയും മോണാക്ട് മത്സരം അരങ്ങേറിയത്. റഷീദ് രൂപപ്പെട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സാമൂഹിക പ്രസക്തിയുള്ള ആനുകാലിക വിഷയങ്ങളാണ് മത്സരാർത്ഥികൾ മോണോ ആക്ടിലൂടെ അവതരിപ്പിച്ചത്. ട്രാൻസ്ജെൻഡറുകൾക്ക് സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളും വർഗീയതയും, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമായ പഹൽഗാം ആക്രമണവും, റേറ്റിംഗിന് വേണ്ടിയുള്ള മാധ്യമ മത്സരങ്ങളും, ലഹരിയും, കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുമെല്ലാം കാണികളുടെ മനസ്സിൽ തട്ടുന്ന വിധത്തിലാണ് മത്സരാർത്ഥികൾ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചത്. കുട്ടികളുടെ അഭിനയ മികവിനെ നിറഞ്ഞ കയ്യടികളോടെ കാണികൾ പ്രോത്സാഹിപ്പിച്ചു. പ്രശസ്ത കലാകാരൻ കലാഭവൻ നൌഷാദ് പരിശീലിപ്പിച്ച 10 കുട്ടികൾ മോണോ ആക്ട് വേദിയിൽ മത്സരിച്ചതാണ് എടുത്തു പറയാവുന്ന പ്രത്യേകത. 10 ജില്ലകളിൽ ഇപ്പോൾ തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ 6 ജില്ലകളിൽ നിന്നുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ആരും ഉണ്ടായില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൃശ്ശൂർ ജില്ലയിലത്തെ വിധികർത്താക്കളെ കുറിച്ചുള്ള തമാശകൾ ഇതിലുണ്ട്. അതെ അത് ചിലപ്പോൾ ഇപ്പോൾ ഈ വർഷം വന്നിട്ടില്ല. മുൻ വർഷങ്ങളിൽ ആൺകുട്ടികൾ ചെയ്യുന്ന വിഷയം പിറ്റേ ദിവസത്തെ പെൺകുട്ടികളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. കാലിക പ്രസക്തിയുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് കലാഭവൻ നൌഷാദ് കുട്ടികളെ പരിശീലിപ്പിച്ചത്. ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളാണ് പുതിയ വിഷയങ്ങൾ അവതരിപ്പിച്ചത്. അഭിനയ മികവിലും പെൺകുട്ടികളായിരുന്നു മുന്നിൽ. പോലീസിൽ, ജ്വല്ലറിയിൽ, ടെക്സ്റ്റൈൽസിൽ, സർക്കാർ ഓഫീസിൽ അങ്ങനെ പെണ്ണുങ്ങൾ ചെല്ലുന്ന എല്ലാ തൊഴിലിടങ്ങളും ഞങ്ങൾ തിരിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു മിഷനും പൊട്ടിച്ചു കളയാനാവില്ല. കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് മോണോക്ട് വേദിയിൽ പ്രതിഫലിച്ചത്. പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം റഷീദ് അരുമപ്പെട്ടി. മോണാക്ട് വേദിയിൽ ട്രാൻസ്ജെൻഡറുടെ ശബ്ദമായി മാറി മായ സാജൻ. അഭിനന്ദിക്കാനെത്തിയ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റുമായ രഞ്ജു രഞ്ജിമ. കൈ ഞാൻ വെട്ടും, നൊന്തുപെറ്റമ്മയ്ക്കും ജന്മം നൽകിയ തന്തയ്ക്കും വേണ്ടാത്ത ഈ മനുഷ്യക്കോലങ്ങളെ എനിക്ക് വേണം. കൂടെ കിടത്തി കാമം തീർക്കാനല്ല സാറേ, ആരോട് ചേർത്ത് സാന്ത്വനം പകരാനാ. അതിനൊന്ന് യാരുടെയും മദർ തെരേസയോ അതോ മഹാത്മാഗാന്ധിയോ രണ്ടുമല്ല. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മോണോ ആക്ട് മത്സരത്തിലാണ് മായ സാജൻ ട്രാൻസ്ജെൻഡറുകൾ നേരിടുന്ന ദുരനുഭവങ്ങൾ കാണികളുമായി പങ്കുവച്ചത്. ട്രാൻസ്ജെൻഡറുകളും ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്നും തഴയപ്പെടേണ്ടവരും ചൂഷണം ചെയ്യപ്പെടേണ്ടവരല്ലെന്നും ചേർത്തുപിടിക്കേണ്ടവരാണെന്നും ഓർമ്മപ്പെടുത്തിയത്. ആക്രമിക്കപ്പെടുന്ന ഇരയെ രക്ഷപ്പെടുത്തിയ ട്രാൻസ്ജെൻഡർ സമൂഹത്തിനു നേരെ വിരൽ ചൂണ്ടിപ്പറയുന്ന വാക്കുകൾ കയ്യടികളോടെയാണ് കാണികൾ സ്വീകരിച്ചത്. ആണല്ല പെണ്ണല്ലെന്നാരും കരുതേണ്ട, ആണിന്റെ കരമാണ് പെണ്ണിന്റെ മനമാണ്. സൃഷ്ടിക്കു കൈപ്പിഴ പറ്റിയെന്നാൽ മുഷ്ടി ചുരുട്ടി എറിഞ്ഞിടും പാരിൽ. മായ സാജനിലൂടെ എന്നെ തന്നെയാണ് കണ്ടതെന്ന് അഭിനന്ദിക്കാനെത്തിയ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ രഞ്ജു രഞ്ജിമാർ അങ്കമാലി പറഞ്ഞു. കാരണം മായ അത് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ പലപ്പോഴും അവതരിപ്പിക്കുന്നത് കോമഡി വൽക്കരിച്ചുകൊണ്ടാണ്. അതിനകത്ത് ഒരു തരി പോലും ചേരാതെ, കോമഡി ചേരാതെ ആ ഒറിജിനാലിറ്റിയെ കൊണ്ടുവരാൻ മായയ്ക്ക് കഴിഞ്ഞു. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. മായ ഞാനായിട്ട് ജീവിക്കുമായിരുന്നു ആ വേദിയിൽ. മായയുടെ ശരീരത്തിലൂടെയും മായയുടെ ശബ്ദത്തിലൂടെയും എനിക്ക് പറയാനുള്ളതാണ് മായ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത്. പലപ്പോഴും എനിക്ക് പറയാൻ മറന്നുപോയത് അല്ലെങ്കിൽ പറയാൻ പറ്റാതിരുന്ന കാര്യങ്ങളാണ് മായ ഇന്ന വേദിയിൽ അവതരിപ്പിച്ചത്. പാലക്കാട് ചെറുപ്പുളശ്ശേരി തൂത പുത്തൻ വീട്ടിൽ സാജൻ രശ്മി ദമ്പതികളുടെ മകളായ മായ തൃക്കടിയിൽ PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. അതിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ തീമും അതിൽ വന്നിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അത് തന്നെ വേണം എന്ന് പറഞ്ഞത് അച്ഛനാണ് തീം. ആ തീമാണ് നിനക്ക് ഇപ്രാവശ്യം ബെസ്റ്റ് ആവുക എന്നുള്ളത് അച്ഛനാണ് സെലക്ട് ചെയ്ത് തന്നത്. പിന്നെ സാറും അതിനെ ബൂസ്റ്റ് ചെയ്തു, അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ചെയ്യണതിൻ്റെ ഇടയിൽ അതിൽ കുറേ മാറ്റങ്ങൾ വരുത്തി. അവരും കുറേ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തന്നിരുന്നു. കലാഭവൻ നൌഷാദാണ് പരിശീലകൻ.
കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിൽ MTയുടെ 7 കഥാപാത്രങ്ങളെ മോണോ ആക്ടിൽ അവതരിപ്പിച്ച് എ ഗ്രേഡ് നേടിയിരുന്നു. മറ്റു വാർത്തകൾ. 7ാമത് ഇന്റർ സ്കൂൾ കരാത്തെ ചാമ്പ്യൻഷിപ്പ് നടന്നു. കടവല്ലൂർ കിനോജി റിയു ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർഷ്യൽ ആർട്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി 30 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കടവല്ലൂർ വടക്കുമുറി അൽഹയാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കരാത്തെ മത്സരങ്ങളുടെ ഉദ്ഘാടനം കടവല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം പെരുമ്പില നിർവഹിച്ചു. വാർഡ് മെമ്പർ സുഹൈൽ കടവല്ലൂർ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം മാർഷ്യൽ ആർട്സ് പോലുള്ള കരാത്തെ പരിശീലനവും നൽകേണ്ടത് അനിവാര്യമാണെന്ന് ദിനംപ്രതി പത്രദൃശ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കാര്യമാണ് സൂചിപ്പിക്കുന്നതെന്നും സലീം പറഞ്ഞു. പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ AR നികേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. അൽ ഹയാത്ത് സ്കൂൾ ചെയർമാൻ ഗാദർ വെള്ളത്തിങ്കൽ, സെക്രട്ടറി ഹസൻകുട്ടി എന്നിവർ സംസാരിച്ചു. യോഗത്തിന് കിനോജി റിയോ ഇന്ത്യ ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി PV സുനിൽ സ്വാഗതവും അസിസ്റ്റന്റ് ടെക്നിക്കൽ ഡയറക്ടർ സെൻസായി ജിസ്മ നന്ദിയും പറഞ്ഞു. തുടർന്ന് കരാത്തെ ചാമ്പ്യൻ മത്സരം ഉണ്ടായി. തീർച്ചയായും അത് തന്നെയാണ് നമ്മുടെ ഈ സമൂഹത്തിന് അതിപ്രധാനമായിട്ടുള്ളത്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്വാഗതം പറഞ്ഞ സുഹൃത്ത് പറഞ്ഞതുപോലെ നമ്മുടെ കമ്മീഷണറായിട്ടുള്ള അദ്ദേഹവും ഇതിനെ കൃത്യമായി നോക്കിക്കാണുകയും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും കുട്ടികളെ പോലും അദ്ദേഹത്തിന്റെ മക്കളെ പോലും ഇതിൽ ചേർത്തിട്ടുള്ളത് ആ ഒരു ഭാവിയിലേക്ക്, ആ മക്കളുടെ ആ ഒരു ജീവിതത്തിൽ അവർക്ക് വേണ്ട ഉയർച്ചയ്ക്ക് ഈ മാനസിക കരുത്ത് വളരെ ഉപകരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ വാർത്തയിൽ പോലും നമ്മൾ കണ്ടിട്ടുള്ള വളരെ സങ്കടകരമായ ഒരു അവസ്ഥയുണ്ട്. 14 വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഇന്ന് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഒരിക്കലും നമ്മൾക്ക് നമ്മുടെ മക്കളുടെ വളർച്ചയിൽ അവരുടെ അക്കാദമിക് വിദ്യാഭ്യാസത്തിന്റെ ഒപ്പം തന്നെ അവരുടെ വ്യക്തിത്വം വികസിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവരെ ഏത് തരത്തിലായാലും സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ അവരെ വളർത്തിയെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാടായാലും നമ്മുടെ പരിസരമായാലും ഈ തലത്തിലുള്ള വളരെ അപകടകരമായ അവസ്ഥയിൽ. ചർമ്മം കടപ്പുറം വട്ടേക്കാട് സ്കൂളിന് പുറകുവശം താമസിക്കുന്ന പരേതനായ അണ്ടിപ്പാട്ടിൽ കുഞ്ഞുമുഹമ്മദ് ഭാര്യ സൈനബ നിര്യാതയായി. കബറടക്കം ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30 വട്ടേക്കാട് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടക്കും. സുബൈർ, സൈനുദ്ദീൻ, ഷറഫുദ്ദീൻ, യൂസഫ് എന്നിവർ മക്കളാണ്. കോട്ടപ്പടി EMS റോഡിൽ മണിക്കത്ത് വീട്ടിൽ മോഹനൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടന്നു. ശാന്ത ഭാര്യയാണ്. മനോഷ്, മഞ്ജുഷ, മനീഷ എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് at 11:30 പൂർണ്ണമാവുകയാണ്. നമസ്കാരം.